ശ്രീ കെവിൻ പീറ്റ മറുപടി. അദ്ദേഹത്തിന്റെ പാർട്ടി PDP, അതിന്റെ നേതാവ് മദനി ജയിലിൽ കിടന്നത് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ലല്ലോ, ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ടല്ലേ. അപ്പൊ അതൊന്നും മറന്നിട്ട് വേണ്ട നൗഷാദ് സാർ കാസയെ കുറിച്ചൊക്കെ പറയാനായിട്ട്. കാസ ഇന്ന് വരെ ആരുടെയും കൈവെട്ടിയിട്ടില്ല, മലദ്വാരത്തിലൂടെ സ്വർണം കടത്തി കൊണ്ടുവന്നിട്ടില്ല, ഇന്ത്യ ക്രിസ്ത്യൻ രാജ്യമാക്കാൻ ഞങ്ങൾക്ക് പദ്ധതിയില്ല, ഞങ്ങളുടെ പേരിൽ ഒരു കേസും ഇല്ല. അപ്പൊ അതിനെ കുറിച്ചൊന്നും പറയണ്ട. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ PDP ആയാലും SDP ആയാലും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. കൃത്യമായ തെളിവുകളുള്ളത് മദനി ആ പഴയ സ്വഭാവം പുറത്തെടുക്കുന്നത് നിരപരാധിയാണെന്ന് ഇതുവരെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷൻ പോകാത്തതും പ്രോസിക്യൂഷന്റെ പരാജയം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു, രാഷ്ട്രീയക്കാരുടെ സഹായത്തോടുകൂടി രക്ഷപ്പെട്ടു ഇവിടെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കൊടിയ തീവ്രവാദി തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരുടെയൊക്കെ ജനാധിപത്യം ഇസ്ലാമിക രാജ്യമാകും ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയുള്ളൂ. പിറ്റേ ദിവസം മുതൽ ഇവർ ഖുർആൻ ഉയർത്തിപ്പിടിക്കും. അതാണ് ഇവരുടെ ജനാധിപത്യവും മതേതരത്വവും. ഈ നൗഷാദ് കടന്ന് ഒച്ചയാക്കുന്നത് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം എന്താ പറയുന്നത് പോലും എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ലാപ്ടോപ്പിലൂടെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞതൊക്കെ കേട്ടത്. ഇത് തന്നെയായാലും ഈ വിഷയത്തിൽ മദനി എങ്ങനെ വിശുദ്ധനാണ്? മദനിയെ ഒരു കോടതി പോലും നിരപരാധിയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. മദനിയുടെ കേസിൽ തമിഴ്നാട് സർക്കാർ അപ്പീൽ പോകാത്തതുകൊണ്ടും പ്രോസിക്യൂഷന്റെ പരാജയം കൊണ്ടും അത് സംഭവിച്ചതാണ്. അയാൾ രക്ഷപ്പെട്ടു വന്നതാണ്. പിന്നെ രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ ഇവിടുത്തെ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു. അല്ലാതെ അയാൾ കൊടിയ തീവ്രവാദി തന്നെയാണ്. അയാൾ ഇപ്പോഴും അയാൾ തീവ്രവാദം പേറുന്ന മനുഷ്യൻ തന്നെയാണ്. അയാൾ നിരപരാധികളുടെ ജീവനെ, അവരുടെ ബന്ധുക്കളുടെ കണ്ണീരിനെ ഉത്തരം പറഞ്ഞിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകൂ, അനുഭവിച്ചിട്ടേ പോകൂ. അപ്പോൾ അതുകൊണ്ട് മദനിയെ വെള്ളപൂശാനൊന്നും നോക്കണം. പിന്നെ ഇവിടെ ഈ വിഷയത്തിൽ ശിവൻകുട്ടി സാർ വീണു എന്നുള്ളതാണ് ഇപ്പൊ സത്യം. അദ്ദേഹത്തിന് ഒരു ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കൃത്യമായിട്ട് അതിന് കോടതി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല. മോശമായ ഇത്രയും മോശമായിട്ട് പറയരുത്. താങ്കൾ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണോ? താങ്കൾക്ക് ബോധമുണ്ടോ? വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ചാനലിൽ വന്നിരുന്ന് വലിയ ആളാകാൻ ശ്രമിക്കരുത് കേട്ടോ. വലിയ ആളാകാൻ ശ്രമിക്കരുത്, തെറ്റാണ്. കാസ എന്ന് പറയുന്ന സംഘടനയുമായി വന്ന് താങ്കൾ വലിയ ആളാകാൻ ശ്രമിക്കരുത്. അദ്ദേഹം എന്താണ് മറുപടി പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ഇത് തന്നെ ആയാലും ഇത് SDP കൃത്യമായ പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടെന്നാണ് ഈ വിഷയം. ഇത് ടെസ്റ്റ് ഡോസ് ആണ്. ഇത് കേരളം മുഴുവൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഈ ഒരു വിഷയം ഉണ്ടാക്കി അവിടെ ആ സ്കൂളിന്റെ നിലവാരം സമാധാനം വേണ്ടി കൃത്യമായ ബോധപൂർവം ഉണ്ടാക്കിയ അതുപോലെ തന്നെ ഹൈബി ഈഡൻ ആയാലും മുഹമ്മദ് ഷിയാസ് ആയാലും എല്ലാവരും ചേർന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹൈബി ഈഡനും ഷിയാസും ഒക്കെ ഇവിടെ വന്നത് ഇവിടെ ഇന്നലെ വന്നൊരു നാടകം കളിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെ അവിടേക്ക് ഷോൺ ജോർജ് അവിടെ പല ഭാഗത്തു നിന്നും ആ സ്കൂളിന് പിന്തുണയെത്തുന്നു. അതുപോലെ തന്നെ അവിടെ സ്ഥലം MP ഇതിനു വേണ്ടിയിട്ട് മണിപ്പൂർ വരെ വിമാനം പിടിച്ച് 3500 കിലോമീറ്റർ അകലെ കിടക്കുന്ന മണിപ്പൂരിലേക്ക് വിമാനം പിടിച്ചു പോയി ഛത്തീസ്ഗഡിന്റെ പേരിൽ പാർലമെന്റിന് മുന്നിൽ നിന്ന് നാടകം കാണിച്ച വ്യക്തി സ്വന്തം സമുദായത്തിൽ അദ്ദേഹം ലത്തീൻ കത്തോലിക്ക സഭാംഗമാണ്. ആ ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഈ സ്കൂളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന വിമർശനങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹം വന്നു നിന്നിട്ട് ഒരു നാടകം കളിച്ചത്. അതും പറഞ്ഞത് പച്ചക്കള്ളമാണ്. അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പലിനെയോ മാനേജറുമായിട്ടോ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടേയില്ല. ആ സ്കൂളിന്റെ ഓഫീസിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾ സ്വീകരിച്ചിരുത്തി ഇവർ പറഞ്ഞത് കേട്ടു എന്നുള്ളതല്ലാതെ അവിടെ ഒരു അധികാരികളുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടില്ല. ഇതെല്ലാം ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നു. ആ നാടകത്തിൽ കൃത്യമായിട്ട് കളിച്ചത് SDP ആണ്. അവരുടെ ഉദ്ദേശം ഇവിടുത്തെ മറ്റു മതസ്ഥരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പടിപടിയായിട്ട് തകർത്ത് ഇവിടുത്തെ ഒരു ഇസ്ലാമിക മതവൽക്കരണം നടത്തുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഏതൊരു മതേതര ജനാധിപത്യവാദികളെയും അത് രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യമാണ്. അത് നാം ചെയ്തേ പറ്റൂ. ഓക്കെ മതതീവ്രവാദത്തിന്, പ്രത്യേകിച്ച് ഇസ്ലാമിക മതതീവ്രവാദത്തിന് കുടപിടിക്കുന്ന